നന്നായിട്ട് അടുപ്പിച്ചു കൊടുക്കണം. ഓക്കെ. എൻ്റെ പേര് ബീന മമ്പിള്ളി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കനകമല എന്ന പ്രദേശത്തു നിന്ന് വരുന്നു. ഞങ്ങളിപ്പോൾ സ്ഥിരതാമസമാക്കിയേക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാതാവ്, കൃപാസന മാതാവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. അത് ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അതിൻ്റെ കാരണം എൻ്റെ മകൾക്ക് വിട്ടുമാറാത്ത തലവേദനയായിരുന്നു. 5 വർഷമായിട്ട് അവൾക്ക് വിട്ടുമാറാത്ത തലവേദനയുണ്ട്. ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടും മാറണുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഒരു ദിവസം അഡ്മിറ്റായി, ഇച്ചിരി കോംപ്ലിക്കേറ്റഡായി. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ അച്ചുവിന് വേണ്ടിയിട്ട് ഒരു ഉടമ്പടി എടുക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഓസ്ട്രേലിയയിലാണ്, എനിക്ക് അതുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ വന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ ഓസ്ട്രേലിയയിലിരുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് ഞാൻ ഉടമ്പടിയിലായിരുന്നു മകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് അങ്ങനെ ഉടമ്പടിയിൽ ഞാനായിരിക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു CT സ്കാൻ നെക്കിൻ്റെ ചെയ്യണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ഇറക്കാനും ഭക്ഷണം ഇറക്കാനും സോളിഡായിട്ടുള്ള സാധനങ്ങൾ ഇറക്കാനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു നെക്കിൻ്റെ. അതിൻ്റെ കാരണം എന്താണെന്നും, കാരണം ഡോക്ടർ വിചാരിച്ചത് ഇത് ചിലപ്പോൾ നമ്മുടെ ഈസോഫാഗസിനെ ഈ തൈറോയിഡ് ഗ്ലാൻഡ് കംപ്രസ് ചെയ്യണുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ ചെയ്തു. ജനുവരി അവസാനം CT സ്കാൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ട് നാളെ ഒന്ന് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ വരണം, ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും എൻ്റെ അനിയത്തിയുടെ മകനും കൂടെ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. ഞാനൊരു നേഴ്സായിട്ടാണ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ടെസ്റ്റിനെല്ലാത്തിനും പോണത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ ഞാൻ കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളുടെ മുഖം വല്ലാതെ ഇരിക്കുവാണ്. അപ്പോൾ ഡോക്ടർ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടെയാണ് എന്നോട് പറയുവാണ്, ബീന, നിൻ്റെ തൈറോയിഡിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. തൈറോയിഡ് മൾട്ടി നോഡുലാർ ഗോയിറ്ററാണ്, പക്ഷേ അത് പ്രശ്നമില്ലാത്തതാണ്, അതേക്കുറിച്ച് പേടിക്കുകയൊന്നും വേണ്ട. പക്ഷേ നിൻ്റെ ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോളലിൻ്റെ താഴെ ഒരു 26 മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ലിംഫ് നോഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട്. സാധാരണ ലിംഫ് നോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, ഒരു 1 മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയുള്ള ഒരു ലിംഫ് നോഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം നിനക്ക് കുറേ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട്. നീ ജോലി ചെയ്യണ ഞാൻ 2 ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 സ്ഥലത്തും പോയിട്ട് 6 മാസത്തേക്ക് ലീവ് അപ്ലൈ ചെയ്യണം. കാറ്റഗറി A ആയിട്ട് നിന്നെ കൺസിഡർ ചെയ്യുവാണ് എന്ന് പറഞ്ഞ്. ഓസ്ട്രേലിയയിൽ ഉള്ളൊരു പ്രത്യേകത, നമ്മുടെ രോഗത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് കാറ്റഗറി A, B, C എന്ന് അവർ കാറ്റഗറൈസ് ചെയ്യും നമ്മളെ. അപ്പോൾ കാറ്റഗറി A ആയിട്ട് എന്നെ കൺസിഡർ ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇച്ചിരി സീരിയസ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ലിംഫ് നോഡിൽ നിന്നൊരു ബയോപ്സി എടുത്താൽ പോരെ, എല്ലാം ചെയ്യണോ, ടെസ്റ്റുകളെല്ലാം വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് പോരാ, ഇതിൻ്റെ തുടക്കം എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. കാര്യം ഞാൻ നേഴ്സായിട്ട് പോലും എനിക്കൊരു ഓർമ്മ വന്നില്ല. ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫ് നോഡ് യൂഷ്വലി വരുന്നത് മെറ്റാസ്റ്റേസിസ് ആയിട്ടാണ്, എന്ന് വെച്ചാൽ ക്യാൻസർ പടർന്നു വരുന്ന ഒരു സമയത്താണ് അത് വരുന്നത്. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നിൻ്റെ വെയിറ്റ് കുറയണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 8 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് എല്ലാ സിംറ്റംസും ഉണ്ട്, വെള്ളം ഇറക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഈ ലിംഫ് നോഡ് 26 മില്ലിമീറ്റർ എൻലാർജ് ചെയ്യുകയും ചെയ്തേക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. തൈറോയിഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്.
അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോൻ എന്നോട് ചോദിച്ചു, എൻ്റെ ആൻറ്റി പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല, കാരണം എനിക്ക് ആരെ അറിയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന വഴിക്ക് തന്നെ ഈ അനിയത്തിയുടെ മോൻ വിളിച്ച് അവൻ്റെ മമ്മിയോടും എൻ്റെ മകളോടും വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആൻറ്റി കരഞ്ഞുകൊണ്ടാണ് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കൂടെ ജോലി ചെയ്യണതാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളും ഇതറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ടും എൻ്റെ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ച് നേരം ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ ജോലി ചെയ്യണ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ 6 മാസത്തെ ലീവ് 2 സ്ഥലത്തെയും നഴ്സ് മാനേജറോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് 6 മാസത്തേക്ക് ലീവ് വേണം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, എനിക്കിതാണ് പ്രോബ്ലം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സ്കാനിൽ എഴുതിയിട്ടുണ്ട്, ഇവർക്ക് ആദ്യത്തെ സ്കാനിൽ ഇത് കണ്ടെങ്കിലും ഇവർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്കാനും കൂടി എനിക്കിവർ ചെയ്ത്. ആ സ്കാനിലും എഴുതിയിട്ടുണ്ട് ഇത് 26 മില്ലിമീറ്റർ നോൺ ഫ്ലക്ച്വൻറ്റ് തിക്ക് സോളിഡ് മാസ് വിത്ത് നോ ഫ്ലൂയിഡ് ഇൻ ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആണ് ഈ CTയിലും അൾട്രാസൗണ്ട് നെക്കിലും എഴുതിയിരുന്നത്. അപ്പോൾ വളരെ തിക്കായിട്ടുള്ള സോളിഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത്. പക്ഷേ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് പോയി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് തന്നെ എൻ്റെ വീട്ടിലെ ഒരു മുറി പ്രാർത്ഥനാ മുറിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പോയി വിവരമൊക്കെ പറഞ്ഞു, ഈശോയോടും വിവരമൊക്കെ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടും വീട്ടിൽ വന്നു, അവരെല്ലാവരും സംസാരിച്ചിരുന്നു, പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എനിക്കറിയാം ഇവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള ഭാവം കണ്ടപ്പോൾ എനിക്കറിയാം ഇത് പ്രശ്നമാണെന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയൊരു അനുഗ്രഹമാണ്, അമ്മയായിട്ടും ഈശോയുമായിട്ടും സംസാരിക്കാൻ എനിക്ക് പറ്റിയിരുന്നു. വചനത്തിലൂടെ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഞാൻ എല്ലാവരോടും പറയണ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് എൻ്റെ അനിയത്തി, അവൾ നഴ്സാണ്, എനിക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ക്യാൻസർ മാത്രം വരരുത്. കാരണം എനിക്കൊരു CT സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള കോൺട്രാസ്റ്റ് തരുമ്പോഴുള്ള ചൂട് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പല പ്രാവശ്യം ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ട് CT സ്കാൻ ചെയ്ത് കോൺട്രാസ്റ്റ് ഇഷ്ടം പോലെ എടുത്തേക്കണ ആളാണ്. അപ്പോൾ എനിക്കറിയാം കോൺട്രാസ്റ്റിൻ്റെ ചൂട് എത്ര ഇതാണെന്നുള്ളതും. ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എനിക്കത് പറ്റൂലായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടന്ന്. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ നീ പറയുന്നുണ്ടല്ലോ, മകൻ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുകയും മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയും പാടില്ല എന്നുള്ളത് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും. ആ വേർഡ് ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നീ തന്നില്ലല്ലോ ഈശോയെ എന്ന് ഞാൻ പരാതി പറഞ്ഞു ഈശോയോട്. അത് കഴിഞ്ഞ് എനിക്കപ്പോൾ 2 ദിവസത്തേക്ക് 3-ാം ദിവസമാണ് എനിക്ക് ഈ പെറ്റ് സ്കാനിന് ഡേറ്റ് കിട്ടിയേക്കണത്. അപ്പോൾ CT സ്കാനിന് ഡേറ്റ് കിട്ടിയേക്കണത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസം ഞാൻ ദൈവവുമായിട്ട് വളരെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഈശോയെ എനിക്കറിയാം എനിക്കിപ്പോൾ കീമോയും റേഡിയേഷനും കിട്ടിയാലും നീ സഹിച്ച കുരിശിൻ്റെ അത്രം വരില്ല. കാരണം നിൻ്റെ ഓരോ കുരിശിൻ്റെ ഓരോ സമയത്തും നീ അനുഭവിച്ച വേദന, നിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴും നിന്നെ ചാട്ടവാറിനടിച്ചപ്പോഴും നിനക്കുണ്ടായ വേദന എനിക്കുണ്ടാവില്ല. ഏത് റേഡിയേഷൻ ചെയ്താലും കീമോ ചെയ്താലും എനിക്കുണ്ടാവില്ല. പക്ഷെ നിനക്ക് കുരിശ് താങ്ങാനായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് കുരിശ് താങ്ങാനായിട്ട് എൻ്റെ അമ്മയെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായിരുന്നു, ടെൻഷൻ മാറിക്കിട്ടി എൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 91-ാം സങ്കീർത്തനത്തിലൊരു വചനമുണ്ട്, നിൻ്റെ വലതുവശത്ത് 1000-ങ്ങളും നിൻ്റെ ഇടതുവശത്ത് 1000-ങ്ങളും നിൻ്റെ വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണേക്കാം, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല എന്നുള്ളത്. ഞാൻ ആ വചനം അങ്ങ് പേഴ്സണലൈസ് ചെയ്തു. ഞാൻ പറയാൻ തുടങ്ങി, എൻ്റെ ഇടതുവശത്തുള്ള 1000-ങ്ങൾക്കും എൻ്റെ വലതുവശത്തുള്ള 10,000-ങ്ങൾക്കും ഈ ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫിനോട് മെറ്റാസ്റ്റേസിസ് ആയേക്കാം, എന്നാൽ എൻ്റെ സുപ്രാക്ലാവിക്കുലാർ ലിംഫിനോഡിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പക്ഷെ ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. കാരണം എനിക്ക് വല്ലാത്തൊരു ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടി ഉള്ളത് കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതേ സെയിം സമയം മാനുഷികമായൊരു പേടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുമായിരുന്നു. കാരണം ഞാനൊരു നേഴ്സാണ്, പ്രത്യേകിച്ച് ഞാൻ കാർഡിയോതൊറാക്സിക് സർജറി തിയേറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേഷ്യൻസ് വരുന്നതാണ് ഞങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയാം ആ ഒരു പേടിയും എനിക്ക് കടന്നു വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ അപ്പോൾ ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കും, എൻ്റെ വലതുവശത്ത് 1000-ങ്ങൾക്കും എൻ്റെ ഇടതുവശത്ത് 10,000-ങ്ങൾക്ക് ഈ ലിംഫിനോട് ക്യാൻസർ ആയേക്കാം, പക്ഷേ എനിക്കതാവില്ല എന്ന് ഞാൻ എന്നുള്ള നിൻ്റെ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇതാണെന്ന് കണ്ട ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് എൻ്റെ വീട്ടിൽ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇതറിഞ്ഞ അന്ന് പിറ്റേ ദിവസം വെളുപ്പിന് എൻ്റെ ഹസ്ബൻഡ് 5 മണിക്ക് എഴുന്നേറ്റ് കൊന്ത ചെല്ലാനായിട്ട് പോയി. ഞാനും കൂടെ ഇരുന്ന്, ആളെൻ്റെ കൂടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു റുട്ടീനായിട്ട് മാറി ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ഈ സുപ്രാക്ലാവിക്കുലർ റീജിയനിൽ ഞാൻ പുരട്ടുമായിരുന്നു. അങ്ങനെ 2 ആഴ്ചയും കൊണ്ട് എൻ്റെ ടെസ്റ്റുകളെല്ലാം പൂർത്തിയായി. ഫെബ്രുവരി 13-ന് ഇവർ, കാരണം ഈ CT സ്കാൻ, പെറ്റ് സ്കാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇവർക്കൊന്നും കാണാനായിട്ട് പറ്റണില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ബയോപ്സി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ എനിക്ക് എല്ലാം മാറ്റി തരുമെന്നുള്ളത്. പിന്നെ അതിനിടയ്ക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പലപ്പോഴും വിദേശത്താണ്, കൂടെ വരാൻ ആരുമില്ല, എല്ലാവർക്കും ജോലിയും ക്ലാസ്സും എല്ലാവരുമാണ്. അപ്പം ഞാൻ പോകണ സമയത്ത് എനിക്ക് പോകാനായിട്ട് പേടിയുണ്ട് ഒറ്റയ്ക്ക്. അപ്പം ഞാനിങ്ങനെ പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ നെയ്ബർ വിളിച്ചിട്ട് പറയും, ചേച്ചി ഞാൻ ഇന്ന് ഓഫാണ്, ഞാൻ ചേച്ചിയുടെ കൂടെ വരുവാണ്, ചേച്ചിക്ക് കൂട്ടായിട്ട് എന്ന് പറയും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് അമ്മ എൻ്റെ കൂടെ പറഞ്ഞയക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് എൻ്റെ ബയോപ്സിയുടെ ഡേറ്റ് ഫെബ്രുവരി 13 എത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് വീണ്ടും, എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 13-ന് കാലത്ത് ഞാൻ എഴുന്നേറ്റു. എൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പോണ സമയത്ത് ഞാൻ എവിടെ പുറത്ത് പോയാലും 91-ാം സങ്കീർത്തനം ചൊല്ലിയിട്ട് ഞാൻ പുറത്ത് പോകുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ച് ബൈബിള് തുറന്നു. അപ്പം എനിക്ക് കിട്ടിയ വചനം ഡ്യൂട്രോണമി എന്നുള്ളത്, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സംരക്ഷണത്തിനായി നിനക്ക് മുന്നേ പുറപ്പെട്ടിരിക്കുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് എന്തോ അത്ഭുതം നടക്കും എന്നുള്ളത് വിശ്വസിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പോരാനായിട്ട് ആരുമില്ല, എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ പുറത്തിറങ്ങി കാർ എടുക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ജോലിക്ക് പോകണില്ല, ഞാനും നിൻ്റെ കൂടെ വരുവാണെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ ഇതിനുള്ള ബയോപ്സിക്കുള്ള ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ കിടക്കുവാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിൻ്റെ മാസ് ഭയങ്കര കട്ടിയുള്ള മാസാണ്, കട്ടിയുള്ള തിക്കായിട്ടുള്ള ടിഷ്യൂ ആണ്. ഒരു പക്ഷേ ഞങ്ങൾക്ക് സിറിഞ്ചും നീഡിലും വെച്ചിട്ട് അത് ഇന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുവാണെങ്കിൽ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടിഷ്യൂ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെനിക്ക് അവിടെ നിന്ന് ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ അനസ്തേഷ്യ തന്നു. ലോക്കൽ അനസ്തേഷ്യ തന്നും കൊണ്ട് അവർ ടിഷ്യൂ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് പറ്റണില്ല, ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവർ എനിക്ക് വീണ്ടും അനസ്തേഷ്യ തന്നു, എല്ലാം മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ തന്ന് ഞാനത് തരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് പേടിയാവണം, അമ്മയുടെ മടിയിൽ എനിക്ക് തല വെച്ച് കിടക്കണം, എനിക്ക് പേടിയാവണം എന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞാൻ ഈ 2 പ്രാവശ്യം മാതാവിനോട് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി.
പിന്നെ എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് എനിക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നിട്ടില്ല കേട്ടോ, വെറും മരവിപ്പിക്കാൻ മാത്രമേ ഇഞ്ചക്ഷൻ തന്നിട്ടുള്ളൂ. ഞാൻ അവിടെ കിടന്ന് ആ ടേബിളിൽ കിടന്ന് ഞാൻ ഉറങ്ങുവാണ്. എൻ്റെ ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഡോക്ടറാണ്. ഡോക്ടർ വിളിച്ച് എഴുന്നേൽപ്പിച്ചും കൊണ്ട് എന്നോട് പറഞ്ഞു, ഇനി അവിടെ ഒന്നുമില്ല കേട്ടോ, എല്ലാം പോയി എന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ കണ്ണു തുറിച്ച് ഡോക്ടറെ നോക്കുവാണ്, ഇതെന്താ ഇങ്ങനെ പറയണേന്ന്. അപ്പം എന്നോട് പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ഞങ്ങളത് കുത്തി സിറിഞ്ച് നീഡിലും വെച്ച് ബയോപ്സി എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയേക്കണത് വെറും വെള്ളമാണെന്ന് പറഞ്ഞും കൊണ്ട് എന്നെ സിറിഞ്ച് പൊക്കി ആൾ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി അവിടെ ഒന്നുമില്ല, അവിടെ ഉള്ളതെല്ലാം ഞങ്ങളിങ്ങോട്ട് എടുത്തു. പിന്നെ നിൻ്റെ തൈറോയിഡും ഇപ്പം കാണുന്നില്ല, കാരണം എനിക്ക് മൾട്ടി നോഡുലാർ ഗോയിറ്ററുള്ള ആളായിരുന്നു. എൻ്റെ കഴുത്തിൽ ശരിക്കും അറിയായിരുന്നു അത്. തൈറോയിഡും ഇല്ല എന്നുള്ളത് എന്നോട് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എൻ്റെ കയ്യിലൊരു പേപ്പറിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ എൻ്റെ ഡോക്ടർക്ക്, അപ്പം ഞാനത് കൊണ്ടുപോയത് എന്തും പറഞ്ഞുകൊണ്ടാണെന്നറിയാവോ, എൻ്റെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ബയോപ്സി എടുത്ത് കഴിയുമ്പോൾ ബയോപ്സി എടുക്കാനായിട്ട് ആ മുഴ അവിടെ ഉണ്ടാവില്ല. ഇത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ഞാൻ ഡോക്ടർക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് മടക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരൻ ഡോക്ടറായിരുന്നു. എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി അവിടെ മുഴയില്ല എന്ന്, തൈറോയിഡും കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പേപ്പർ മടക്കിയത് അങ്ങനെ തന്നെ ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ ഇത് വായിക്കണം, നിനക്കിത് നിൻ്റെ ലൈഫിൽ വെർത്താകും, നീ ഇത് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പേപ്പർ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടും എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. അതേ സമയത്ത് തന്നെ ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും എനിക്കൊരു പ്രത്യേക അനുഭവം മാതാവിൽ നിന്നുണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതും എൻ്റെ അനിയത്തി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും 5 വർഷമായ എൻ്റെ മകളുടെ വിട്ടുമാറാത്ത തലവേദനയാണ്. അപ്പോൾ ആ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു. അവളുടെ ഈ ഒരു ദിവസം അവൾ പെട്ടെന്ന് തലവേദന കൂടി, അവൾക്ക് കണ്ണൊക്കെ കാണാനായിട്ട് വല്ലാത്തൊരു ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്നത് പറ്റണില്ല എന്ന് പറഞ്ഞ് തീരെ വയ്യായിരുന്നു. അങ്ങനെ GPയുടെ അടുത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ജനറൽ പ്രാക്ടീഷണറുടെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോണത്. കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, 5 വർഷമായ തലവേദന, വെരി യങ്, സോ നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. സ്കാനെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് വൈകുന്നേരം വീട്ടിലോട്ട് വിട്ടു. ഇവൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു ഇതിന് വേണ്ടിയിട്ട്, പക്ഷെ കുറവുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഡോളി എന്ന് പറയണത്. ഡോളി എനിക്ക് കുറച്ച് ഉടമ്പടി തൈലം പുള്ളിക്കാരിയുടെ കയ്യിലിരുന്നത് കൊച്ചിൻ്റെ നെറ്റി പുരട്ടാനായിട്ട് തന്നു. അങ്ങനെ ഞാൻ ഈ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ ഉടമ്പടി തൈലം നെറ്റിയിൽ ഇടണുണ്ടായിരുന്നു. അതിനുശേഷം ഒക്ടോബറിന് ശേഷം എൻ്റെ മകൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അവൾ മിടുക്കിയായിട്ട് ന്യൂസിലാൻഡിൽ പോയി പഠിക്കുവാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ന്യൂസിലാൻഡ് സിറ്റിസൻ്റെ പാർട്ട്നേഴ്സ് വിസയാണ്. അപ്പം ഞാൻ ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാസമായിട്ട് ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് പോലീസ് ക്ലിയറൻസ് വേണം, ഓസ്ട്രേലിയൻ പോലീസ് ക്ലിയറൻസ് വേണം, അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് വേണം. ഈ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസാണ് നമുക്ക് കിട്ടാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. മറ്റേതെല്ലാവരും എനിക്ക് വെറും 2 ദിവസവും കൊണ്ട് കിട്ടി. ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് 2.5 മാസം കൊണ്ടാണ് കിട്ടിയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്പയറി ആവണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 23-നാണ്. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഗ്യാദർ ചെയ്ത് ഡിസംബർ 1st വീക്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എമിഗ്രേഷനിൽ നിന്ന് ഇമെയിൽ വന്നു, നിങ്ങളുടെ വിസ റിജക്ഷനായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു. അപ്പോൾ അതിനകത്ത് ഇമെയിലിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, വിസ റിജക്റ്റായി, നീ ആദ്യമേ അപ്ലൈ ചെയ്യണം,
അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻറ്റും ഞങ്ങൾ തിരിച്ചു തരില്ല, എല്ലാ ഡോക്യുമെൻറ്റോടും കൂടി പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എനിക്ക് ആകെ ടെൻഷനായി. കാരണം 2.5 മാസം കൊണ്ടാണ് ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് എനിക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ വീട്ടിൽ ഒരു മുറി പ്രാർത്ഥനാ മുറിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അമ്മയുടെ മുന്നിൽ ചെന്ന് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. അമ്മ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും ഞാൻ തയ്യാറാക്കിയത്. ഇനി ഇതും കൂടി കേൾക്കാനായിട്ട് എനിക്ക് പറ്റണില്ല. അമ്മ, എൻ്റെ കഷ്ടപ്പാട് കാണണില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞ്. പക്ഷേ അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നുണ്ട് അവർക്കോട് കോണ്ടാക്റ്റ് ചെയ്യാൻ. പക്ഷേ എൻ്റെ ഇമെയിലിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് കോണ്ടാക്ട് ഇമിഗ്രേഷൻ ഫോർ എനി റീസൺ റിഗാർഡിംഗ് ദിസ് അപ്ലിക്കേഷൻ. അങ്ങനെ പറഞ്ഞൊരിക്കെ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനോട് എനിക്ക് ഒരിക്കലും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞാനൊരു ഇമിഗ്രേഷൻ ലോയറെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർ കോണ്ടാക്റ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ മാർച്ച് 23 എക്സ്പയർ ആവുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സിറ്റ് അടിക്കും പുള്ളീനെ. എമിഗ്രേഷൻ്റെ കോണ്ടാക്റ്റ് ചെയ്യാനും പാടില്ല. ഏതെങ്കിലും ഒരു കാരണത്താൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് എങ്കിലും. എന്നോട് ഇമിഗ്രേഷൻ ലോയർ പറഞ്ഞു, ഒരു കാരണവശാലും അവർ തിരിച്ചു തരില്ല. അവർ കോണ്ടാക്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവർ റിപ്ലൈ ചെയ്യില്ല. പക്ഷെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ ശക്തമായിട്ട് പറയുകയാണ്, നീ ഇമിഗ്രേഷനെ കോണ്ടാക്റ്റ് ചെയ്യ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടി, ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യാൻ. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് അവർക്കൊരു ഇമെയിൽ അയച്ചു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ്, എസ്പെഷ്യലി ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് സംഘടിപ്പിച്ചത്. 23 എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്പയർ ആവുകയാണ് എന്നും പറഞ്ഞ് ഞാൻ അവരെ അറിയിച്ചു. എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല 2-3 ദിവസത്തേക്ക്. 3-ാം ദിവസം ഞാൻ എൻ്റെ പ്രെയർ കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് കാശുരൂപം കൃപാസന മാതാവിൻ്റെ ഉണ്ട്. ഞാൻ അതൊരു ചരടയിൽ കെട്ടി ഞാൻ എൻ്റെ കുരിശയിൽ തൂക്കിയിട്ടേക്കാണ്. ഞാൻ നോക്കുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ ആ കുഞ്ഞ് കാശുരൂപത്തിൽ നിന്ന് ഭയങ്കരമായ പ്രകാശം വരുന്നു. മാതാവിൻ്റെ മുഖത്തിന് എന്തെന്നില്ലാത്തൊരു തിളക്കവും, എനിക്ക് ആ പ്രകാശം ഞാൻ കാണാത്ത രീതിയിലുള്ള ഒരു പ്രകാശം. അപ്പം എനിക്ക് തോന്നി എൻ്റെ വീട്ടിൽ എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഉള്ള ഒരു അറിയിപ്പാണ് മാതാവിൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ നേരത്ത് സാധാരണയായിട്ട് എൻ്റെ ഇമെയിൽ നോക്കാറുണ്ട്. ഞാൻ ഇമെയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എമിഗ്രേഷനിൽ നിന്നുള്ള ഒരു ഇമെയിലാണ്, നിൻ്റെ പോലീസ് ക്ലിയറൻസ് എല്ലാനും ഞങ്ങൾ വീണ്ടും യൂസ് ചെയ്തോളാം, പക്ഷേ ആപ്ലിക്കേഷൻ പുതിയത് സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ്. എനിക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് 2 ദിവസമേ വേണ്ടി വന്നുള്ളൂ. ഞാൻ 3 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത ആപ്ലിക്കേഷൻ ഞാൻ 2 ദിവസവും കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ അയച്ചു. അയക്കിനേക്ക് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ കവറിലേക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കവർ സീൽ ചെയ്ത് ഞാൻ എമിഗ്രേഷൻ അയച്ചു. ഞാൻ അയക്കുന്നത് ഒരു ഡിസംബർ 15-ാം തീയതിയാണ്. അപ്പോൾ ഡിസംബർ 23-ന് ഇമിഗ്രേഷൻ അടയ്ക്കും. അപ്പോൾ ഡിസംബർ 27-ാം തീയതി ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ അന്ന് കണ്ട അതേ ഒരു കാശുരൂപത്തിൻ്റെ നിന്നുള്ള ലൈറ്റ് വരണമെന്ന് ഞാൻ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി വീണ്ടും എന്തോ നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് ഇമെയിൽ തുറന്നു നോക്കാൻ തോന്നണില്ല. ഞാൻ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇമെയിൽ റെഗുലറായിട്ട് ഞാൻ ചെക്ക് ചെയ്യും, വർക്കിൽ നിന്നുള്ള എന്തെങ്കിലും ഇമെയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ ഇമെയിൽ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ അപ്രൂവ് ആയിട്ട് വന്നേക്കണം. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം ഒന്നാമത് ഇമിഗ്രേഷൻ 23-ാം തീയതി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി 2-നാ തുറക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ തോന്നലായിരിക്കുമെന്ന് തോന്നി. ഞാൻ വേഗം എൻ്റെ മകളവിടെ അടുത്തുണ്ട്, അവളെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഇത് എന്താണ് എഴുതിയേക്കണേന്നൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, മമ്മി പപ്പയുടെ വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ പോലും മെഡിക്കൽ വേണം. എൻ്റെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസാണ്, കൊളസ്ട്രോളുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസുകാർക്കും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ വിസയുടെ കാര്യത്തിന്. കാരണം അവർക്ക് ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഒരു 3-4 മാസമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പുള്ളിക്ക് ഫുഡൊക്കെ കുറച്ച് കൊടുത്ത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് മെഡിക്കലിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10 ദിവസവും പോലും എടുക്കാതെ വിസ കിട്ടിയേക്കണ്, മെഡിക്കൽ കഴിഞ്ഞിട്ടില്ല.
നോർമലായിട്ട് ഈ ന്യൂസിലാൻഡ് സിറ്റിസൻ്റെ പാർട്ട്നേഴ്സ് വിസയുടെ പ്രോസസ്സിംഗ് ടൈം 6 മുതൽ 18 മാസം വരെയാണ്. ഏറ്റവും ആദ്യമായിട്ട് പുള്ളി വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴും പുള്ളിക്ക് 9 മാസം എടുത്തു ആ വിസ കിട്ടാനായിട്ട്. അപ്പം നമ്മൾ 6 തൊട്ട് 18 മാസം വരെയാണ് നമ്മളിത് കാലാവധി. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 10 ദിവസം പോലും എടുക്കാതെ വിസ വന്നേക്കണം. എന്നിട്ടും എനിക്ക് എൻ്റെ മോള് പറഞ്ഞിട്ടും എനിക്ക് വിശ്വാസമായില്ല. അങ്ങനെ ഞാൻ വേഗം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേറൊരു മകളുണ്ട്, ആളെയും കാണിച്ചു. അപ്പോഴും ഇത് തന്നെയാണ്, വായിക്കുന്നവരെല്ലാവരും ഇത് തന്നെയാണ് എന്നോട് പറയണത്. അങ്ങനെ ഞാൻ വിശ്വാസം വന്നില്ല എനിക്ക്. ഓസ്ട്രേലിയൻ വിവോ സൈറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ എമിഗ്രേഷൻ സ്റ്റാറ്റസ് അറിയാനുള്ള ഒരു സൈറ്റാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ. അതിനകത്ത് കയറി നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഡിസംബർ 28 വരെ വിസ 2028 വരെ വിസ ഉണ്ട് ഓസ്ട്രേലിയയിൽ നിൽക്കാനായിട്ട്. അപ്പോഴാണ് എനിക്ക് ഉറപ്പായത്. കാരണം ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല 10 ദിവസവും കൊണ്ട് ഒരു വിസ പ്രോസസ്സിങ് നടത്തി വരണത്. ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ വിട്ടത്. അതിൻ്റെ ശക്തി കൊണ്ടിട്ടാണ് ഇത് ഞങ്ങൾക്ക് നടന്നു കിട്ടിയെന്നുള്ളത് ഒരു ഇത്. അതുപോലെ തന്നെ വേറൊരു സംഭവം നടന്നത്, ഞങ്ങൾ ഈ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് ന്യൂസിലാൻഡിലാണ്. അപ്പോൾ അവളുടെ ബാഗും അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ, കാറിൻ്റെ കീയ്, അവളുടെ എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു ബാഗാണ് കള്ളൻ കൊണ്ടുപോയി. അപ്പോൾ അവളുടെ ജീവിതം മൊത്തം അതിനകത്താണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാഗ് നഷ്ടപ്പെട്ട് എൻ്റെ മോള് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മമ്മി എൻ്റെ എല്ലാം പോയി, എൻ്റെ ബാഗ് പോയി, കള്ളൻ കയറി, ഞാൻ വീട്ടിലുള്ള സമയത്താണ് അത് എടുത്തുകൊണ്ട് പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോള് പോലീസിൽ അറിയിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞു, പോലീസിൽ അറിയിച്ചു, പോലീസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കരെ പറഞ്ഞു, പോലീസ് വീട്ടിൽ വന്നു മമ്മി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വേഗം എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിപ്പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അവൾ ന്യൂസിലാൻഡിലേക്ക് പോയപ്പോൾ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ വിട്ടത്. ഞാൻ നിൻ്റെ സംരക്ഷണം അവൾക്ക് ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വിട്ടത്. എൻ്റെ മോളുടെ എല്ലാം പോയില്ലേ, ഇനി അവൾക്ക് എന്താ ചെയ്യുക? ഞാൻ മാതാവേ, എനിക്ക് അവളുടെ ബാഗ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വിശ്വാസ പ്രമാണവും ഒരു എത്രയും ദൈവമാതാവും പരിശുദ്ധരാജ്ഞിയും ചൊല്ലി ഞാൻ അമ്മയോട് പറഞ്ഞ, അമ്മേ, 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ മോളുടെ ഫോൺ കോൾ വരണം, അവളുടെ സാധനം തിരിച്ച് കിട്ടി എന്നുള്ളത്. അപ്പോൾ സാധാരണ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും. ഈ 1/2 മണിക്കൂർ സമയത്തേക്ക് ഒരു ഫോൺ കോൾ പോലും എൻ്റെ ഫോണിലേക്ക് വന്നില്ല. കറക്റ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, മമ്മി, എൻ്റെ ബാഗ്, കളവ് പോയ ബാഗ് ആരോ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു, എനിക്ക് എൻ്റെ എല്ലാ സാധനങ്ങളും തിരിച്ച് കിട്ടി, അതിൽ നിന്നൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ മാതാവിനോട് ചോദിച്ച 1/2 മണിക്കൂർ സമയത്തിനുള്ളിൽ എൻ്റെ ബാഗ് മാതാവ് ആരുടെയോ കൈവശം എങ്ങനെയോ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് എല്ലാ സാധനങ്ങളും എൻ്റെ മകൾക്ക് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ പെരുമഴ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സിൽ എനിക്ക് മാതാവ് തരുന്നുണ്ട്. അതുപോലെ ഞാൻ ഉടമ്പടിയിൽ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണേലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, എന്നാലും ഒരിക്കലും ഞാൻ മുടക്കം വരുത്താതെ എല്ലാ കാര്യങ്ങളും ഉപവാസവും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ഈ ടെസ്റ്റും ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം 8 കിലോ വെയിറ്റ് കുറഞ്ഞ ഞാൻ വീണ്ടും ഇപ്പോൾ വെയിറ്റ് കൂടി വന്ന് 54 കിലോയിലേക്ക് ഞാൻ മാറി. ഇതെല്ലാം ചെയ്ത് എൻ്റെ കുടുംബത്തിന് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ബീന മാമ്പള്ളി, ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത്, ആദ്യമായി പറഞ്ഞത് തൻ്റെ തൈറോയിഡ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതൊന്ന് തൈറോയിഡിൻ്റെ രോഗം ഒന്ന് പരിശോധിക്കുന്ന ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ പരിശോധിച്ചപ്പോൾ അവരുടെ ലെഫ്റ്റ് തോളിന് താഴെ ഒരു ലിംബ് നോയിഡ് 26 mm വലിപ്പത്തിൽ കാണുവാൻ സാധിച്ചു. ഇതെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ലെഫ്റ്റ് ഇടത് തോളിൽ ഇങ്ങനെ ഒരു ലിംനോയിഡ് കാണുക എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇതൊന്നെങ്കിൽ ഒരു ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് TBയുടെ സിംറ്റം ആയിരിക്കാം.
അല്ലെങ്കിൽ ഇത് 4th സ്റ്റേജ് ക്യാൻസറൊക്കെ ആയിക്കഴിയുമ്പം ഇതേപോലെയുള്ള ലിംഫ് നോയിഡ് സ്പ്രെഡ് ചെയ്യാറുണ്ട്, ഇങ്ങനെ കാണാറുണ്ട്. അപ്പം അതുകൊണ്ടെന്ന് പറയുന്നത് ഡോക്ടറിന് അല്പം വിഷമമായി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയെ ഇവർ മെഡിക്കൽ ഫീൽഡിൽ നേഴ്സായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ഇവരുടെ അടുത്ത് പറഞ്ഞ് വിഷമിക്കേണ്ട, നമുക്ക് ഫർദർ ചെക്കപ്പൊക്കെ ചെയ്യണം. ഈ സഹോദരിയെ വിഷമിപ്പിക്കാതെ പറയുകയാണ്. തുടർന്ന് ഇതെന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ടിഷ്യൂ പോലെ ആണെന്നും അതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് പിന്നെ നടക്കുന്നത്. ഈ അസുഖം മൂലം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ഭക്ഷണമൊന്നും ഇറക്കാൻ പറ്റില്ല, അത് അത്ര കണ്ട് വേദനയാണ്. അതുപോലെ തന്നെ ഭാരം വളരെയേറെ അങ്ങ് കുറയും. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഈ ക്യാൻസറിൻ്റെ ഉള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് ഡോക്ടർ ഇത് മനസ്സിലാക്കുന്നത്. തുടർന്ന് പലവിധ ചെക്കപ്പുകൾ നടത്തുന്നതിന് വേണ്ടി, അതായത് CT സ്കാൻ, MRI, PET സ്കാൻ, എൻഡോസ്കോപ്പി, പിന്നെ വേരിയം മിൽസ് തുടങ്ങിയിട്ടുള്ള പല ടെസ്റ്റുകളും ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ സമയത്താണ് ഇവർ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ അനിയത്തി നേരത്തെ തന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് ഉടമ്പടി തൈലം ഇവരുടെ കൈവശം ഉണ്ട്, കുറച്ച് കിട്ടിയതാണ്. അപ്പം ഇവർ ഈ ടെസ്റ്റുകൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും അതുപോലെ തന്നെയൊക്കെ ചൊല്ലി ഈ ലിംഫ് നോയിഡ്സിൽ അവിടെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അവരിടുമായിരുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഒടുവിൽ ഉടമ്പടി ബയോപ്സി എടുക്കാനായിട്ട് തീരുമാനിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിംഫ് നോയിഡിൽ ഇത് ഒരു ടിഷ്യൂ ആണ്. അത് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടുള്ള ഇതാണ്. ഇത് ലിക്വിഡ് ഒരു ഇതല്ല, വെള്ളം പോലെയുള്ള അവസ്ഥ അല്ല. ഇതൊരു കട്ടിയുള്ള ടിഷ്യൂ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്യാൻസർ തന്നെയാണെന്നാണ് അവർ ഉറപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെയുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ സഹോദരിയെ ബയോപ്സിക്കായിട്ട് ഇത് ബയോപ്സി ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇത് നല്ല കട്ടിയായിരിക്കും നിങ്ങളുടെ ഈ ടിഷ്യൂ. അങ്ങനെ ബയോപ്സിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം മാത്രം മരവിപ്പിക്കുന്നതിനുള്ള ഇത് കൊടുക്കുകയാണ്, മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സഹോദരി അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്, അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയാണ്. ഡോക്ടർ തട്ടി വിളിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് തട്ടി വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വിഷമിക്കേണ്ട, ഒരു കുഴപ്പവും നിങ്ങൾക്ക് ഇല്ല. ഈ ടിഷ്യൂ എന്ന് പറയുന്നത് അത് വെള്ളമായിരുന്നു, അത് വെള്ളം പോലെ ആയി എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് പരിശോധനയിലൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ടിഷ്യൂ ആയിരുന്നത് വെള്ളം പോലെയാണ്. അതെന്ന് പറയുന്നത് അത് ഞങ്ങളത് സ്ട്രിഞ്ച് വെച്ച് വലിച്ചെടുത്ത് മാറ്റി. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ പേടിക്കേണ്ടത്. നോക്കണേ, എവിടെയാണ് ഈ അത്ഭുതം നടന്നത്? ഇവിടെ എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഉടമ്പടി തൈലം അത് വെച്ച് കുരിശിട്ട് അവർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ടെസ്റ്റുകൾ മുറയ്ക്ക് നടക്കുന്നുണ്ട്, എങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന, വിശ്വാസത്തോടെയുള്ള ഈ പ്രാർത്ഥനയാണ് അവരെ ഇത്ര കണ്ട് അത്ഭുതത്തിലേക്ക് മാറ്റിയത്. പിന്നീടെന്ന് പറയുന്നത് ഇവരുടെ വെയിറ്റ് കൂടുന്നു, തൊണ്ടയിലുള്ള ഭക്ഷണം ഇറക്കുമ്പോഴുള്ള വേദനയില്ല. അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന തൈറോയിഡ് അവിടെ അത് എലാർജ് ചെയ്തിരുന്നു, അതെന്ന് പറയുന്നത് കാണാനേ ഇല്ല. ഈ ടിഷ്യൂ എന്ന് പറയുന്നത് 26 mm വലിപ്പത്തിൽ ആയിരുന്ന ഈ ലിംഫ് നോയിഡ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറിപ്പോയി. നോക്കണേ, എത്ര വലിയ അത്ഭുതമാണ്. ഉടമ്പടി അതിൽ ഇവർ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തതെങ്കിലും സഹോദരി ഇവർക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലുള്ള നേർച്ച വസ്തുക്കൾ ഇവർക്ക് അയച്ചു കൊടുത്ത് ആ ഉടമ്പടി തൈലം അവർ വിശ്വാസപൂർവ്വം ഉപയോഗിച്ചിരുന്നു. അതാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യപ്പെടുത്തുകയും കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ഇവർ ഈ മകളിലെ
നടന്ന സംഭവമാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു വചനമുണ്ടായിരുന്നു, ജോഷുവ 1:9. ജോഷുവ 1:9 എന്ന് പറയുന്ന വചനം എന്ന് പറയുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ശക്തനും ധീരനുമായിരിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നീ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുക. ദൈവം തന്നെ കൂടെ വന്ന്. ഇവിടെ എന്ന് പറയുന്നത് ഉടമ്പടി ഓൺലൈൻ എടുത്തപ്പോൾ തന്നെ എന്ന് പറയുന്നത് അമ്മ മാതാവ് ഇവരുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ വലിയ രോഗങ്ങൾ, ഈ രോഗം എന്ന് പറയുന്നത് അവിടുന്ന് എടുത്തു മാറ്റുകയാണ്. എഫേസൂസിൻ്റെ 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വലിയ അത്ഭുതമാണ് നടക്കുന്നത്. രണ്ടാമത് പറഞ്ഞ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഇവരുടെ ഹസ്ബൻഡിൻ്റെ എന്ന് പറയുന്നത് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. അവിടെ ഓസ്ട്രേലിയയിൽ ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം തൊട്ട് 18 മാസം വരെ എടുക്കും. ഒത്തിരിയേറെ തടസ്സങ്ങൾ അവിടെ അത് കിട്ടാനായിട്ട് വലിയ പാട്. അപ്പോഴാണ് ഈ സഹോദരിയും ഭർത്താവും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം കാര്യം എന്ന് പറയുന്നത്, കിട്ടാൻ തടസ്സമെന്ന് പറയുന്നത്, അവിടെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് പോലും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ഈ സഹോദരന് ഭർത്താവിനാണെങ്കിലോ ഇല്ലാത്ത രോഗങ്ങളില്ല, അത് ഇതും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പല രോഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് വലിയ പാടാണ്. പക്ഷേ ഇവിടെ ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അത് ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴെന്ന് പറയുന്നത് അവിടെ വലിയ അത്ഭുതം നടക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർക്കൊരു അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഇവിടുന്ന് കൊടുത്ത അമ്മ മാതാവിൻ്റെ ചെറിയ കാശ് രൂപം, അതും വല്ലാതെ സാധാരണഗതിയിലല്ല, വല്ലാതെ അങ്ങ് പ്രഭയോടുകൂടി മിന്നുന്നു, അത് പ്രകാശിക്കുന്നത് ഇവർ കാണുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണ്. സഞ്ചാരി മാതാവായ അമ്മ ഈ വിഷയം ലഭിക്കാതിരുന്നപ്പോൾ ഉടനെ തന്നെ അവരുടെ കൂടെ പോയി ഇത് നടത്തി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10 ദിവസം കൊണ്ട് ഈ കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കുകയാണ് ഇതിന് ശേഷം എന്ന് പറയുന്നത്, അല്ലേ? അതല്ലേ, 10 ദിവസം കൊണ്ട് അടുപ്പിച്ച് വെച്ച് 10 ദിവസം കൊണ്ടാണ് അങ്ങോട്ട് നോക്കി 10 ദിവസം കൊണ്ടാണിത് ശരിയായി കിട്ടിയത്. പക്ഷെ ഞാൻ ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അതിനകത്ത് ഒരു നുള്ള് ഉപ്പ്, ഇവിടുത്തെ വെഞ്ചിരിച്ച ഉപ്പ് ഇട്ടിട്ടാണ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത കവറ് ക്ലോസ് വെച്ചിരുന്നത്. അതായത് ഉടമ്പടിയിൽ വെഞ്ചരിച്ച ഉപ്പ് ഒരു ചെറിയ നുള്ള് ആ കവറിലും ഇട്ടിരുന്നു. നോക്കണേ, നടക്കുന്ന അത്ഭുതങ്ങൾ. അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവാണ്. അമ്മ അവിടെ പോയി നടക്കാത്ത കാര്യങ്ങൾ നടത്തിക്കൊടുക്കുക. അതാണ് വിശ്വാസം വഴി കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് ഞങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ മകളിലൂടെ കിട്ടിയ ഈ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് തരുന്ന സന്ദേശം. നമുക്ക് ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ, ഈശോയെയും ശക്തമായി മഹത്വപ്പെടുത്താം.